നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നീതിപാതയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ബാങ്കിങ് നിയമങ്ങളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് കൂടുതലറിയാൻ നമ്മോടൊപ്പം അഭിലാഷ് NGS ചേരുന്നു. എല്ലാവർക്കും നീതിപാതയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ നീതിപാതയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് ബാങ്കിങ് നിയമങ്ങളെക്കുറിച്ചും അതിൽ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിനെയും ഡിബഞ്ചേഴ്സിനെയും ഒക്കെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഇപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തത് ചെക്ക് എന്നൊരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ്. കാരണം സാധാരണക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റാണ് ചെക്ക്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത്, പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരാൾ ചെക്ക് കൊടുത്തു, ഇപ്പോൾ ചെക്ക് ഡിസോണർ ആവുന്നു അല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആവുന്നു, അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെക്ക് ഡിസോണറും ചെക്ക് ബൗൺസ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ, അതെന്താണ്? ചെക്ക് ഡിസോണർ ചെയ്ത് ബൗൺസ് ആവണത് വലിയ വ്യത്യാസമില്ല. അത് രണ്ടും ലീഗൽ ടേം ആണ്, ബാങ്കിങ് ടേംസ് ആണ്. ഓക്കെ. അതായത് ആവശ്യത്തിന് ക്യാഷ് ഈ ചെക്ക് കൊടുത്ത ആളുടെ അക്കൗണ്ടിലില്ല, അതാണ് ഡിസോണർ. അപ്പോൾ ചെക്ക് പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് അത് ഡിസോണർ ചെയ്യുന്നു. അതാണ് പ്രധാനം. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്, ഏതാണ്ട് സിമിലാരിറ്റി ഉള്ള കാര്യങ്ങളാണ്, വാക്കുകൾ തന്നെയാണ്. അതിനകത്ത് വേറെ കൂടുതലായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല, പ്രത്യേകിച്ചില്ല. ഡിസോണർ ആവുന്ന പറഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് ആവുക, അത് ചെക്ക് ഡിസോണർ ആവുന്നു അല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആവുന്നു ആ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക്. ഓക്കെ സാർ, ഇനി നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ചിട്ട് ചെക്ക് ഡിസോണറായി അല്ലെങ്കിൽ ചെക്ക് ബൗൺസായി ഒരാൾക്ക് എങ്ങനെ ലീഗലായിട്ട് ആ പണം തിരിച്ചു കിട്ടുന്നതിലേക്ക് കോടതിയെ സമീപിക്കും? ഇപ്പം നമുക്കറിയാം, ചെക്ക് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അത് വാങ്ങിയിട്ടാണ് നമ്മൾ ക്യാഷ് കൊടുത്തത്. അപ്പം ക്യാഷ് സമയത്തിന് കൊടുത്തില്ല, പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ക്യാഷ് തിരിച്ചു തരണം, എന്നിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെക്ക് നമ്മൾ ചെയ്യേണ്ടത് നേരെ നമ്മുടെ ബാങ്ക് എവിടെയാണോ ആ ബാങ്കിൽ പോയിട്ട് ഇത് എൻകാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. എൻകാഷ് ചെയ്യാൻ കൊടുക്കുമ്പം കളക്ഷന് പോയിട്ട് അത് തന്ന ആളുടെ അക്കൗണ്ടിൽ സഫീഷ്യൻ്റ് ആയിട്ട് ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഡിസോണർ ചെയ്യപ്പെടും. ഓക്കെ. അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. കൗൺസിലിനെ കാണുക, ഒരു 15 days നോട്ടീസ് ആദ്യം അയക്കുക, വക്കീൽ നോട്ടീസ് അയക്കുക. വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ബാങ്കിൽ ഡിസോണർ ആയ ശേഷം നമ്മുടെ ഡിസോണർ മെമ്മോ അവരുടെ വാങ്ങണം. അതൊക്കെ തീർച്ചയായിട്ടും വാങ്ങണം. ബാങ്കിൻ്റെ ഒരു റെക്കോർഡ്, നമുക്ക് റെക്കോർഡ് എന്തായാലും വേണമല്ലോ. ബാങ്കിൽ ഈ ചെക്ക് ഡിസോണർ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ബൗൺസ് ആയി എന്നുള്ളതിന് തെളിവായിട്ട് ഒരു രേഖ അവർ തരുന്നതാണ്. അതാണ് ഡിസോണർ മെമ്മോ. അത് തീർച്ചയായിട്ടും നമ്മൾ കേസ് കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒരു പാർട്ടായിട്ട് എവിഡൻസിലേക്ക് പോകുമ്പോൾ പാർട്ടായിട്ട് മാറുന്നതാണ്. ആദ്യം പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിലേക്ക് ചെക്ക് പ്രസന്റ് ചെയ്യുന്നു, ചെക്ക് കളക്ഷൻ പോകുന്നു, ഇൻസഫിഷ്യൻറ്റ് ഫണ്ടാണ് ലീഗലായിട്ട് പോകുന്നതിൻ്റെ ആദ്യ പടിയായി ഡിസോണർ മെമ്മോ വാങ്ങുക. അത് കഴിഞ്ഞിട്ട് ഒരു 15 days നോട്ടീസ് കൗൺസിൽ മുഖേന അയക്കുക. 15 days നോട്ടീസ് അയച്ചിട്ട് 15 days കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഒരു 1 month ടൈമാണ്, 30 days. ആ 30 days വെയിറ്റ് ചെയ്യുക, അദ്ദേഹം പൈസ തരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അയച്ച ആ ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുള്ള ആ നോട്ടീസിന് വ്യക്തമായ ഒരു ഉത്തരം മറുപടിയായിട്ട് ഒരു റിപ്ലൈ നോട്ടീസ് തന്നോ, അതിനെക്കുറിച്ചാണ് നമ്മൾ പിന്നെ നോക്കേണ്ടത്. 30 ദിവസം വരെ നമ്മൾ കാക്കണം. ഏതാണ്ട് നമ്മുടെ ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി പീരീഡ്, അതായത് നിയമം അനുശാസിക്കുന്ന ആ സമയപരിധി അടുക്കുന്നിടത്തോടും നമ്മുടെ ലീഗലായിട്ടുള്ള ആക്ഷൻ മൂവ് ചെയ്യാൻ സമയമായെന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയോ റെസ്പോൺസോ ഒന്നും ഇല്ലാത്ത ഒരു അവസരം വരികയാണെങ്കിൽ നമ്മൾ ലീഗലായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു കംപ്ലയിൻറ്റ് കോടതിയിൽ ഫയൽ ചെയ്യുക. കോടതി ഇതൊരു മജിസ്ട്രേറ്റിയൽ ഒഫൻസാണ്. അപ്പം ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു കംപ്ലയിൻ്റായിട്ട് ഫയൽ ചെയ്യുന്നു, വക്കീൽ മുഖേന ഫയൽ ചെയ്യുന്നു. ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് എതിർകക്ഷിയെ അറിയിക്കുന്നു, നോട്ടീസ് പോകുന്നു, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് വരുന്നു. അപ്പിയറൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് വിധി വരുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു കംപ്ലയിൻ്റ് നിലയിലാണ് ഞാൻ ഒരു കക്ഷി എന്ന നിലയിൽ, അതായത് ഒരു ചെക്ക് കൈവശമുള്ള ഒരു വ്യക്തിയുടെ സംബന്ധിക്കുന്ന വിഷയമാണ് ലീഗലായിട്ട് എങ്ങനെ മൂവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ അതോടൊപ്പം നമ്മൾ എതിർകക്ഷിയായ, അതായത് ഇതിനകത്ത് ചെക്കിൻ്റെ ഓണറായ, ചെക്ക് നൽകിയ ആൾ, പണം വാങ്ങിയ ആൾ,
അദ്ദേഹത്തിൻ്റേതായ ഒരു ലീഗൽ മൂവ്മെൻറ്റ്സും നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം വാദിയുടെ പറയുമ്പോൾ പ്രതിയുടെയും പറയണമല്ലോ. അതാണല്ലോ ഒരു ലീഗൽ ആക്ഷൻ്റെ രണ്ട് വശം ഉണ്ടല്ലോ. അതെ, അതാണ് ഒരു കോയിൻ്റെ അപ്പുറം ഇപ്പുറം പോലെ. അതൊന്നാമതായിട്ട് പറയുമ്പം ഇദ്ദേഹത്തിന് ലീഗൽ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ, അഥവാ ഇദ്ദേഹം പണം വാങ്ങിയിട്ട് ചെക്ക് കൊടുത്ത വ്യക്തി സമയത്തിന് ക്യാഷ് എതിർകക്ഷിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസരത്തിൽ ചെക്ക് വാങ്ങിയ ആൾ ഒരു നോട്ടീസ് ലീഗലായിട്ട് അയക്കും. ഇദ്ദേഹം അതിന് സെറ്റിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതായത് ക്യാഷ് സഫീഷ്യൻ്റായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈവശമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് റിപ്ലൈ നോട്ടീസ് അയക്കുക. അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് തരാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് റിപ്ലൈ നോട്ടീസ് വക്കീൽ മുഖാന്തരം അയക്കുക. അത് നമുക്കിപ്പോൾ പ്രിസൈസായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് ഇല്ല. ഇപ്പോൾ റിപ്ലൈ നോട്ടീസ് അയക്കുന്നത് ഒരു കേസുമായിട്ട്, അതായത് ആ കൗൺസിൽ എന്ത് പറയുന്നു അല്ലെങ്കിൽ ആ കേസിൻ്റെ സ്വഭാവം അടിസ്ഥാനമാക്കി. കാരണം ഈ ചെക്ക് അന്യായമായി എതിർകക്ഷി അല്ലെങ്കിൽ പരാതിക്കാരൻ കൈപ്പറ്റിയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ആ ഓരോ കേസിനെ ആസ്പദമാക്കി ഏതാണോ അഭികാമ്യം ആ കൗൺസിൽ തീരുമാനിച്ച് ഈ കക്ഷിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് റിപ്ലൈ നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്ത് അയക്കുക. സമയത്തിനനുസരിച്ച് ചെയ്യുക. അതായത് കോസ് ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് ബന്ധപ്പെട്ടിരിക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ചെക്ക് എങ്ങനെയൊക്കെ കിട്ടാമെന്നും കൊടുക്കാമെന്നും അതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തതയുണ്ട്. അപ്പോൾ അതുമാതിരി എങ്ങനെയായാലും ഇപ്പോൾ കളഞ്ഞു കിട്ടിയ ചെക്ക് വെച്ച് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യഥാർത്ഥത്തിൽ ചെക്ക് പൈസ വാങ്ങിയിട്ട് ചെക്ക് കൊടുത്താൽ ആ രീതിയിൽ നോട്ടീസ്. ഇപ്പോൾ കോസ് ഓഫ് ആക്ഷൻ എങ്ങനെയാണോ അതെ ഈ പ്രതിയെ സംബന്ധിച്ച് അദ്ദേഹം കൈകാര്യം ചെയ്തത് അതനുസരിച്ചായിരിക്കണം അദ്ദേഹത്തിൻ്റെ നോട്ടീസ്, റിപ്ലൈ നോട്ടീസ്. പക്ഷേ ഇതിനകത്ത് റിപ്ലൈ നോട്ടീസ് നൽകുന്നു. റിപ്ലൈ നോട്ടീസ് നൽകുമ്പോൾ അടുത്ത പടി എന്നുള്ളത് വാദി കൊണ്ടുവന്നിട്ട് കോടതിയിൽ കേസായിട്ട് ഫയൽ ചെയ്യുന്നു, ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്നു. കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് അതിന് നോട്ടീസ് അയക്കുകയും നോട്ടീസ് എതിർകക്ഷിക്ക് കിട്ടുകയും ചെയ്താൽ അടുത്ത നടപടി എന്ന് പറയുന്നത് അദ്ദേഹം വന്നിട്ട് കോടതിയിൽ ഹാജരായിട്ട് ബെയിലെടുക്കുക എന്നുള്ളത്, ജാമ്യം. അപ്പോൾ ചോദിക്കാം, ഇതിന് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. യഥാർത്ഥത്തിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ആവശ്യമില്ല. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല, ഇല്ല അത്. അപ്പം എന്തായാലും അല്ലാതൊരു റെഗുലർ നമ്മൾ സാധാരണ കോടതിയിൽ ഹാജരായി എന്നാണോ ഹാജരാവുന്നത് ആ ദിവസം നമ്മൾ ബെയിൽ എടുത്തിരിക്കണം. അപ്പം ബെയിലിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത്, അതിന് ബെയിൽ വയ്ക്കേണ്ടത് വസ്തുജാമ്യം, അതായത് നമുക്ക് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ആരെങ്കിലും 2 വസ്തുജാമ്യമാണ് സാധാരണ വയ്ക്കാറ്. അപ്പോൾ ആ എമൗണ്ടിൻ്റെ തക്കതായ മീൻസ് ഉണ്ടായിരിക്കണം. മീൻസ് ഉള്ള ആൾ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് അല്ല രണ്ടിലും ആവാം. വസ്തു അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്. സാലറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയി ആയിട്ടുള്ള വ്യക്തിയുടെ സാലറി സർട്ടിഫിക്കറ്റ്. നമ്മളുടെ സ്വന്തം പ്രോപ്പർട്ടി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ അത് വെച്ച് നമുക്ക് ജാമ്യ വ്യവസ്ഥ എങ്ങനെയാണോ അതനുസരിച്ച് ജാമ്യത്തിലിറങ്ങി. അതോടൊപ്പം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെക്ക് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാവുന്നതോടൊപ്പം 2 ജാമ്യക്കാരും അല്ലെങ്കിൽ ആ സഫീഷ്യൻ്റ് മീൻസ് കൊടുത്ത് നമ്മൾ ജാമ്യം എടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പ്രതിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ചെക്കിന് അത്രത്തോളം ഇമ്പോർട്ടൻസും വരുന്നത്. കാരണം ഒരു നിസ്സാരമായിട്ട് കരുതേണ്ട കാര്യമല്ല. കാരണം ബാങ്ക് അറൗണ്ട് ഒരു 28-36 ചെക്ക് ഉള്ള ഒരു ബുക്കാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് ഓരോ ചെക്ക് ലീഫിനും അതിൻ്റെ വില ഉണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി വേണം നമ്മളത് കൈപ്പറ്റാനും വിനിയോഗിക്കാനും. ഇത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കാരണം അത് ഒന്നുകൂടി പറഞ്ഞാൽ 18 വയസ്സായ ഒരു ആൾക്ക്, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ 18 വയസ്സായ ഒരു വ്യക്തിക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഈ സംഭവം കിട്ടുന്നതാണ്, ചെക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് ബുദ്ധിപരമായും വിവേകപൂർവ്വം ഉപയോഗിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. അതാണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. കുറഞ്ഞ പക്ഷം നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. തീർച്ചയായും അത് നമ്മുടെ ഈ അത്യാവശ്യമുള്ള വിവരങ്ങളാണ് നമ്മൾ ഇതിനകത്തൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ബാങ്ക് അല്ലെങ്കിൽ അങ്ങനൊരു സംവിധാനം ഇല്ല. കാരണം ബാങ്ക് നമുക്കിപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ കാലഘട്ടത്തിൽ തന്നെ ബാങ്കിൽ പോലും പോകണമെന്നില്ല ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. നമുക്ക് അക്കൗണ്ട് ഓൺലൈൻ ഓപ്പൺ ചെയ്തുകൊണ്ട്
നമ്മുടെ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് ഇവർ ചെക്ക് ഉൾപ്പെടെ നമുക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ആ ചെക്ക് ബുക്കിൻ്റെ അല്ലെങ്കിൽ ആ ചെക്കിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്യുക. ആവശ്യമുള്ളത് അതെങ്ങനെയാണ്, ഒരു ചെക്ക് സൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതെനിക്ക് എവിടെ ഉപയോഗിക്കാം എന്നുള്ള, അത് ഉപയോഗിക്കുന്നത് വിവേകപൂർവ്വം അല്ലെങ്കിൽ അത് ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്ന് പറയുന്നത് വലുതാണ്. അത് നമുക്ക് ഇറിപ്പയറബിൾ ആണ്. അതെ. കാരണം അതാണ് ആ ചെക്ക് കേസിൽ ഇപ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ മിസ്സായി പോയ ഒരു ചെക്ക്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊടുത്തൊരു ചെക്ക് മിസ്യൂസ് ചെയ്യപ്പെട്ടാൽ പോലും നമ്മൾ ആദ്യം ഹാജരായി കോടതിയിൽ, ഈ പറയുന്ന കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരായി നമ്മൾ ജാമ്യം എടുക്കുക എന്നുള്ളതാണ് ഒരു കടമ്പ. അതെ. ജാമ്യം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നോൺ ബെയിലബിൾ ആവും. എന്നാൽ കൂടിയും നമുക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് പോവേണ്ട യാതൊരു കാര്യമില്ല. ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് ആവശ്യമില്ലാത്ത ഒരു കേസ്. അത് വാറണ്ടിലേക്കും ഒക്കെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള സംവിധാനം വരെ ഈ നിയമത്തിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പം നമ്മൾ ഹാജരായി ജാമ്യം എടുക്കുക എന്നുള്ളതാണ്. വസ്തുവാണെങ്കിൽ അവസാനം വരെ കരമടച്ച, ആ വർഷം കരമടച്ച അതിൻ്റെ റെസീറ്റ് ഉപയോഗിച്ച് നമുക്ക് പരിചയമുള്ള രണ്ടുപേരെ ജാമ്യം നിർത്തി ആ വ്യവസ്ഥയിൽ നമുക്ക് പുറത്ത് പോകാം. അല്ലാത്ത പക്ഷം നമ്മൾ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനാവും. അങ്ങനെ വരികയാണെങ്കിൽ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഹാജരായി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ നിന്ന് അറിയിപ്പ് വരികയും നമ്മൾ വാറണ്ടായിട്ട് അറിയിപ്പ് വരികയും നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടാവാം. അതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. മറ്റേ അടുത്ത പടി എന്നുള്ളത് ഇപ്പോഴെല്ലാ കോടതികളും നമുക്കറിയാം, സുപ്രീം കോടതി വരെ പറയുന്ന ഒരു കാര്യമുണ്ട്, മീഡിയേഷൻ്റെ കുറിച്ച്. ആ മീഡിയേഷന് പോവാം, മധ്യസ്ഥ ചർച്ചയ്ക്ക് പോയി പറയുന്ന വ്യക്തിയുമായിട്ട് ഒത്തുതീർപ്പിലെത്തി അദ്ദേഹത്തിന് ഇത്ര ഗഡുക്കളായിട്ടോ അല്ലെങ്കിൽ ലംസം എമൗണ്ടായിട്ടോ ക്യാഷ് കൊടുത്ത് ഈ കേസിൽ നിന്നും ഒഴിവാവുന്നതാണ്, സെറ്റിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രൊവിഷനുണ്ട്. അത് ആദ്യം ജാമ്യം എടുക്കുക എന്നുള്ളത്, ജാമ്യം എടുത്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് മറ്റുള്ള പ്രൊവിഷനിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കുക. കോടതിയുടെ അനുമതിയുടെ കൂടെ ഒരു മീഡിയേഷൻ വെച്ചിട്ട് നമുക്കൊരു മീഡിയേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ പാർട്ടികളുമായിട്ട് ഓപ്പോസിറ്റ് പരാതിക്കാരനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്കിത് എങ്ങനെ സെറ്റിൽ ചെയ്യാൻ കഴിയുമോ, ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്താൻ കഴിയും, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അതെ. തുടർന്ന് അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ചെക്കുകൾ നമ്മളെ നഷ്ടപ്പെടാറുണ്ട്. നമ്മളറിയാതെ ബാങ്കിൽ ചെക്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ബാങ്കിൽ നമ്മൾ അറിയിച്ചിരിക്കണം. നമ്മുടെ ട്രാൻസാക്ഷൻ നമ്മളെ അറിയിക്കാതെ ഒരിക്കലും നടത്താൻ പാടില്ല എന്നുള്ള നമുക്കൊരു ലെറ്റർ മുഖേന ബാങ്കിലെ ഉദ്യോഗസ്ഥനെ അറിയിക്കേണ്ടതാണ്. അത് ചെക്ക് ഒരാൾ മിസ്യൂസ് ചെയ്യുന്നു എന്നൊരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ എടുക്കുന്ന ഒരു ഡിഫൻസ് ആണ്. പ്രേക്ഷകർക്ക് പറയാം, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് ഈവൻ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ നമുക്കൊരു ഇപ്പോൾ ഒരു മിസ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ചെക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒരു ഡിഫൻസായിട്ട് നമുക്കത് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തുകൊണ്ട്, കാരണം നമ്മുടെ സേഫ്റ്റി അത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് അന്യായമായ ഒരാൾ ചെക്ക് ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അല്ലാതെ അതെങ്ങനെയെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളൊരു തലത്തിലല്ല. പക്ഷേ അത് മിസ്യൂസ് ചെയ്യപ്പെടല്ലെന്ന് മാത്രം. അതെ. അപ്പം പൈസ വാങ്ങിയിട്ട് ചെക്ക് കൊടുത്തിട്ട് അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അല്ല, അത് പിന്നെ തെളിയിക്കുന്നത് നമ്മൾ തന്നെ കുറ്റക്കാരായി വരികയും ചെയ്യും. അതിനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇതൊരു ഡിഫൻസ് ആയിട്ട് എടുത്തിട്ട് എൻ്റെ ചെക്ക് കളഞ്ഞുപോയി, യാഥാർത്ഥ്യമായിട്ടുള്ള ട്രാൻസാക്ഷൻ മറ്റൊരു വ്യക്തിയായിട്ട് നടത്തിയിട്ട് അദ്ദേഹത്തിന് ചെക്ക് കൊടുത്തിട്ട് എൻ്റെ ചെക്ക് കളഞ്ഞുപോയെന്ന് ബാങ്കിൽ അറിയിക്കുന്നത് അതും ഒരു ഫ്രോഡാണ്. അത് ചെയ്യുന്ന വ്യക്തി തന്നെ അതിനകത്ത് അകപ്പെടും. കാരണം അതിനോട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അതെ. കാരണം മറ്റൊന്നുമല്ല, അത് തെളിയിക്കാൻ എളുപ്പമാണ്, വലിയ പ്രയാസമില്ല. ചെക്ക് വാങ്ങിയ അതിൻ്റെ ഉത്തരവാദിത്വം, ചെക്ക് ആരുടെയാണോ അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റുള്ളൂ. അവിടെ ചീറ്റിംഗ് എന്നോ അല്ലെങ്കിൽ ഫ്രോഡെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഇപ്പോൾ ജാമ്യം എടുത്തു, അത് മീഡിയേഷൻ വരെ നമ്മൾ പറഞ്ഞു നിർത്തി കോടതിയിൽ. പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ സത്യസന്ധമായി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് അതനുസരിച്ച് നിയമപരമായി നമ്മൾ ആ കാര്യങ്ങൾ നേരിടുക. കേസ് കണ്ടസ്റ്റ് പലപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ ഒപ്പല്ല അതിനകത്തേക്ക്. അത് ഒപ്പല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഉള്ള സംവിധാനം, ഫോറൻസിക് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കോടതി മുഖേന ഫോറൻസിക്കിലൊക്കെ അയച്ച് നിങ്ങളുടെ ഒപ്പിൻ്റെ ആരാണോ ഒപ്പിട്ട് ജെന്യൂനിറ്റി പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് സംവിധാനങ്ങൾ നിലവിലുണ്ട്. പക്ഷേ ആദ്യം ഈ കേസ് ഭംഗിയായിട്ട് കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ എവിഡൻസിലേക്ക് പോകുന്നു, മറ്റു കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള വാദം കേട്ട് കഴിഞ്ഞാൽ അടുത്തത്
നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ വരുന്ന ശിക്ഷയെന്ന് പറയുന്നത് ഇംപ്രസൺമെൻറ്റാണ്. ഫൈനും ഉണ്ട്, രണ്ടും കൂടെ ചേർത്ത് തന്നെ, രണ്ടും ഫൈനും കിട്ടാം, ഇംപ്രസൺമെൻറ്റ് കിട്ടാം, രണ്ടും കൂടെ ചേർന്നും കിട്ടാം. അതെ, ഫൈന് അല്ലെങ്കിൽ ഫൈന് ഓർ ഇംപ്രസ്മെൻ്റ് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന് തന്നെ നമുക്ക് കിട്ടാം. ഇംപ്രസൺമെൻ്റ് എന്ന് പറയുമ്പം കൂടിയത് 2 കൊല്ലം വരെയാണ്. മാക്സിമം 2 കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഈ പറയുന്ന ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം വരികയാണെങ്കിൽ. മറ്റൊരു പ്രധാന കാര്യം, ഫൈന് അടിക്കുന്നെങ്കിൽ ചെക്കിൽ എത്രയാണോ എമൗണ്ട് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഡബിൾ എമൗണ്ട് ആയിരിക്കും കോടതി നമുക്കെതിരെ പെനാൽറ്റി അടിക്കുന്നത്. അതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. കാരണം ഈ ചെക്ക് കൊടുത്ത കാലയളവ് തൊട്ട് കേസ് നടക്കുന്നത് ഉൾപ്പെടെ, കേസ് പെട്ടെന്ന് തന്നെ തീരണമെന്നില്ലല്ലോ. അപ്പോൾ ആ കാലയളവിലെ പലിശയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഡബിൾ എമൗണ്ട് വരെ, 1 ലക്ഷം രൂപയാണ് ചെക്ക് എമൗണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ലക്ഷം രൂപ വരെ ആവാം, ഡബിൾ എമൗണ്ട് വരെ ആവാം എന്നാണ് ഈ അത് നിയമം അനുശാസിക്കുന്നതാണ്. അത് ഒരിക്കലും അത് പ്രൊസീജിയറാണ്. മറ്റൊരു പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചെക്ക് വെച്ചിട്ട് ഇതൊരു ക്രിമിനൽ പ്രൊസീഡിങ്സാണ്. അതായത് ക്രിമിനൽ നടപടിക്രമത്തിലൂടെ കേസ് കൊടുത്തതിനെ കുറിച്ചാണ് ഇത്രയും സംസാരിച്ചത്. ഈ ചെക്ക് വെച്ച് തന്നെ അദ്ദേഹത്തിന് സിവിൽ കേസും കൊടുക്കാവുന്നതാണ്. ആർക്കാണോ ചെക്ക് കൊടുത്തത്, ആരെന്നാണോ പൈസ വാങ്ങിച്ചത്, ആ വ്യക്തിക്ക് ചെക്ക് വാങ്ങിയ വ്യക്തിക്ക് സിവിൽ കേസും ഇതിൻ്റെ നടപടിയായിട്ട് പോവാം. അതുവഴി സിവിൽ കേസ് കൊടുത്ത് ഈ ചെക്കിൻ്റെ ഓണറായ ആളിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ പിടിച്ചെടുക്കാൻ വരെ ഉള്ള വ്യവസ്ഥ, നിയമവ്യവസ്ഥ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ അതും കൂടെ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കുക. സിവിലായാലും ക്രിമിനലായാലും കേസിന് പോകാമെന്നുള്ളതും, സിവിലും പോവാം, ക്രിമിനലും പോവാം, രണ്ടും പോവാം. ഒരെണ്ണം മാത്രം, ചിലപ്പോൾ ചെക്ക് കേസ് മാത്രം കൊടുക്കുകയാണെങ്കിൽ ക്രിമിനൽ നടപടി, ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ച് നമുക്ക് ക്രിമിനൽ നടപടിക്രമത്തിലൂടെ ക്രിമിനൽ കോടതികളിൽ കേസ് കൊടുക്കാം. നമ്മൾ ഈ ചെക്കിൻ്റെ കാലാവധി അവിടെ ഒരു നിശ്ചിത സമയമുണ്ട്. ചെക്ക് ഡിസോണർ ചെയ്ത് 15 ദിവസത്തെ നോട്ടീസ്, 30 ദിവസത്തെ സമയം. അതാണ് ഈ പറയുന്ന ക്രിമിനൽ നടപടിക്രമത്തിൽ കേസ് കൊടുക്കേണ്ട ലിമിറ്റേഷൻ. അതുപോലെ സിവിൽ നടപടിക്രമത്തിൽ വരുമ്പോൾ 3 വർഷം വരെയാണ്. ചെക്കിൻ്റെ ഡേറ്റ് മുതൽ 3 വർഷം വരെയാണ്. അങ്ങനെ നമ്മൾ ചെക്ക് കേസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആരാണോ പൈസ നൽകി പൈസ വാങ്ങിയിട്ട് ചെക്ക് തന്നത് തരാതിരിക്കുന്നതാണ് ഡിഫോൾട്ടർ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കോടതി മുഖേന പിടിച്ചെടുക്കുക എന്നതാണ്. അപ്പോൾ 2 രീതിയിലും ഒരേ സമയം കേസ് കൊടുക്കാൻ പറ്റുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ക്രിമിനലും സിവിലും കേസ് കൊടുത്ത് നമ്മുടെ പണം അല്ലെങ്കിൽ നമ്മുടെ നഷ്ടം നികത്താൻ കഴിയുന്നതാണ്. അതെ, നികത്താൻ കഴിയുന്നത്. അതാണ് ഈ പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ഘടകം എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ നമുക്ക് ഇതുവഴി പിന്നെ ഇതിന് മേൽക്കോടതികളിൽ അപ്പീലും ഒക്കെ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ചെക്ക് കേസ് ഒരു വിധി, അതായത് കംപ്ലൈൻറ്റിന് അനുകൂലമായിട്ട് വിധി വന്നു, പരാതിക്കാരന് അനുകൂലമായ വിധി വന്നു, അങ്ങനെ ആണെങ്കിൽ അപ്പോൾ കൺവിക്റ്റഡായി, അങ്ങനെയെങ്കിൽ പിന്നുള്ളൊരു നടപടിക്രമം എന്താണ്? അതായത് ഫൈനൽ ഓർഡർ അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഫൈനൽ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇംപ്രസൺമെൻറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫൈൻ ഉണ്ടാവാം. ഇംപ്രസൺമെൻറ്റ് മസ്റ്റായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും വരും. ഫൈനും ഉണ്ടാവും, എമൗണ്ട് കൊടുക്കാനുള്ളത്. അങ്ങനെ ഒരവസ്ഥയിലും നമുക്ക് പൈസ പ്രതി എന്നുള്ള നിലയിൽ കൊടുക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അപ്പീൽ പോവുക എന്നുള്ളതാണ്. മേൽക്കോടതിയിൽ അപ്പീൽ പോവുക, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് അപ്പീൽ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ട് പരിഗണിക്കാം. ഈ കൺവിക്റ്റ് ചെയ്യുന്ന അന്ന് തന്നെ നമ്മൾ കോടതിയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്നൊരു ജാമ്യം എടുക്കേണ്ടത്. വീണ്ടും 2 ജാമ്യക്കാരുമായിട്ട് തന്നെ കൺവിക്റ്റ് ചെയ്യുന്ന നമുക്ക് ഇംപ്രസൺമെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ, നമ്മളൊരു അക്യൂസ്ഡ് പ്രതിയായി നമ്മളെ വെറുതെ വിടൂല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് 2 ജാമ്യക്കാരുമായിട്ട് പോയിട്ട് അങ്ങനെ ശിക്ഷ നമുക്ക് എതിരെയാണെങ്കിൽ, ഇംപ്രസൺമെൻറ്റും ഫൈനും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ജാമ്യം എടുത്തിരിക്കണം. ജാമ്യം എടുത്തില്ല എന്നാണ്, ജാമ്യം എടുത്തതിന് ശേഷം അപ്പീൽ പോകണം. അതായത് 30 ദിവസമാണ് അപ്പീൽ പീരീഡ് എന്ന് പറയുന്നത്. 30 ദിവസം നമ്മൾ വക്കീലിനെ കണ്ട് 30 ദിവസം മുമ്പായിട്ട് കോടതിയിൽ അപ്പീൽ
ഫയൽ ചെയ്യണം. അതിൻ്റെ ഒരു ഇപ്പം ജാമ്യം എടുത്തില്ല, നമ്മളെ കൺവിക്റ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മളെ ശിക്ഷ വിധിച്ചു, നമ്മൾ ജാമ്യം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജയിലിൽ പോകും. പക്ഷേ ഇതിനകത്ത് അതൊരു ചെക്ക് കേസിൻ്റെ ഒരു വേറെ ഒരു വശമെന്ന് പറയുമ്പം നമ്മളിപ്പം അപ്പീൽ കറക്റ്റ് സമയത്തിന് കൊടുത്തില്ല, ജാമ്യം എടുത്തില്ല എന്നിരിക്കട്ടെ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളൊരു അപ്പീൽ കൊടുത്തില്ല, 30 ദിവസം കഴിഞ്ഞ് 35-40 ദിവസമൊക്കെ ആയി, അങ്ങനെ വരുമ്പം ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എതിർകക്ഷിക്ക് ആ ഇത്രയും കാലതാമസം ഉണ്ടായതിനെക്കുറിച്ച് ഒരു നമ്മൾ തന്നെ പറയുന്നത് ഇത്രയും കാലതാമസം ഉണ്ടായതിനുള്ളൊരു കാരണം നമ്മൾ പറഞ്ഞ് ഒരു പരാതിയും കൂടെ ഈ പറയുന്ന അപ്പീലിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുകയാണ്. അത് കോടതി പരിഗണിക്കുന്നത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത വ്യക്തിക്ക് ഇതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കുകയും അത് അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടതിന് ശേഷം മാത്രമേ ഈ അപ്പീൽ അനുവദിക്കത്തുള്ളൂ, പിന്നെ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അനുവദിക്കത്തില്ല, അഡ്മിറ്റ് കോടതി പരിഗണിക്കാൻ വേണ്ടി എടുക്കത്തുള്ളൂ. അതുവരെ ആ സമയത്ത് എപ്പോഴും വേണോ നമ്മളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം. ഓക്കെ. കാരണം നമ്മൾ ഈ കൺവിക്റ്റ് ചെയ്യുന്ന ദിവസം ജാമ്യം എടുക്കാതിരുന്നാൽ അങ്ങനെയും വ്യവസ്ഥയുണ്ട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാം. അപ്പം നമ്മളൊരു കേസിൽ പ്രതിയായി കൺവിക്റ്റ് ചെയ്യപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ജാമ്യം എടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതുപോലെ കറക്റ്റ് സമയത്തിന് അപ്പീലും ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ ചെക്ക് കൊടുക്കുകയും ഡിസോണർ ചെയ്യും, പൈസ സമയത്തിന് കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ കേസ് നടത്തുമ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതെ. അല്ലെങ്കിൽ അതിൻ്റെ വരുംവരായികൾ നമ്മൾ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. അതാണ് ഒന്നാമതായിട്ട് ഈ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് ഇപ്പോൾ നെക്കിൽ കൺവിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 30 ദിവസത്തിൽ തന്നെ അപ്പീൽ പോവുക, അപ്പീൽ പോകുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ജാമ്യം എടുത്തിരിക്കുക. അല്ല, ഈ പറയുന്ന പ്രോസസ്സെല്ലാം പറഞ്ഞിരിക്കുന്ന പ്രോസസ്സെല്ലാം കറക്റ്റായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായി തന്നെ നമുക്ക് വളരെ പരിതാപകരമായിട്ടുള്ള നടപടി നമുക്കെതിരെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ചെക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതുപോലെ തന്നെയാണ് പ്രോമിസറി നോട്ടിൻ്റെയും. പ്രോമിസറി നോട്ട് നമ്മൾ എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും നേരത്തെ സിവിൽ നടപടിക്രമത്തിലൂടെ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അതായത് നമുക്കറിയാം, ഈ പ്രോമിസറി നോട്ട് കൈവശം ആരാണോ എഴുതി തന്നത് അദ്ദേഹത്തിനെതിരെ ഈ പ്രോമിസറി നോട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ നമ്മുടെ സിവിൽ സൂട്ട് ഫയൽ ചെയ്യുകയും നമ്മുടെ പണം തിരിച്ച് കിട്ടുന്നതിലേക്കായി കേസ് ഫയൽ ചെയ്തതിന് ശേഷം അവരുടെ എതിർകക്ഷിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ പിടിച്ചെടുത്ത് അതിൽ നിന്നും ഈടാക്കാവുന്നതാണ്. അതാണ് പ്രോമിസറി നോട്ട് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഒരു വ്യക്തി ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടാവുന്ന ലാഭവും അല്ലെങ്കിൽ നല്ല വശവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ചീത്ത വശവും നമ്മൾ സംസാരിച്ചത്. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ പ്രോമിസറി നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ, കാരണം പല ബിസിനസ് ആവശ്യങ്ങൾക്കും ചെക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചെക്ക് തന്നെയാണ് ഒരു ഗ്യാരണ്ടി ആയിട്ട് പല സ്ഥാപനങ്ങൾക്കും നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു ലോണിനാണെങ്കിൽ പോലും ചെക്ക് കൊടുത്ത് തന്നെയാണ് നമ്മൾ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിസ്സാരം ചില ഹോം അപ്ലയൻസിന് പോലും നമുക്ക് ചെക്ക് ഒപ്പിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. EMI പോലുള്ള മാസവ്യവസ്ഥകളിലൂടെയാണ് പലരും സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഇതിനെല്ലാം ചെക്ക് കൊടുക്കുമ്പോഴെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഈ ചെക്ക് അനുസരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കി പല ആൾക്കാരും വളരെ ലാഘവത്തോടെയാണ് ചെക്കൊക്കെ എടുത്ത് കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു മോശപ്പെട്ട സീരിയസ്നെസ് അറിയില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. മോശമായ അവസ്ഥ, ഇങ്ങനെ അറസ്റ്റും അങ്ങനെയുള്ളതൊക്കെ നിസ്സാരം പോലെ കാണും, കേസ് നടക്കുന്നു, വളരെ ഇതൊക്കെ. പക്ഷേ ബാക്കിയുള്ള മേൽ നടപടികൾ അല്ലെങ്കിൽ ശിക്ഷ നമുക്കെതിരായിട്ട് ശിക്ഷ വിധിക്കുകയും നമ്മൾ അത് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പം നമ്മൾ ആ ലാഘവം കാണിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് ബാങ്കിൻ്റെ ഒരു പ്രധാന ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി, ഒരു കസ്റ്റമർ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലെ പ്രസക്തമായ
കാര്യങ്ങളെല്ലാം ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഒരു നിയമം, അതായത് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നൊരു ബാങ്ക് എന്താണ് എന്നുള്ള ബാങ്കിൻ്റെ സംവിധാനങ്ങൾ ഒന്ന് അറിയാനായിട്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ബാങ്കിൻ്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്നത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാണ് ഈ നിയമത്തിന് പേര്. നമ്മൾ ഈ നിയമം ആ നിയമത്തിൽ കൂടുതലും പറഞ്ഞിരിക്കുന്ന ഒരു ബാങ്ക് എന്താണ്, ബാങ്ക് എങ്ങനെയൊക്കെ തുടങ്ങാം, ബാങ്കിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഏത് രീതിയിലുള്ള ഡോക്യുമെൻറ്റുകൾ ബാങ്കിന് സ്വീകരിക്കാം, ലോൺ എങ്ങനെ അനുവദിക്കാം, എത്ര ഇൻട്രസ്റ്റ് ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് ബാങ്ക് ആ പറയുന്ന ലോണിൽ ഈടാക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബാങ്കിൻ്റെ ബിസിനസ് എങ്ങനെയാണ്. ബാങ്ക് തന്നെ പല രീതിയിലുണ്ട് നമുക്കറിയാം. നാഷണലൈസ്ഡ് ബാങ്കുണ്ട്, നോൺ നാഷണലൈസ്ഡ് ബാങ്കുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ പറയുന്ന എല്ലാ ബാങ്കും റിസർവ് ബാങ്കിൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ അത് നമ്മൾ ഒരു വിശദമായ ചർച്ച തന്നെ നമുക്ക് വേണ്ടി വരും. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ബാങ്കുകൾ, അത് എങ്ങനെയാണ് എങ്ങനെയാണ് ലോണ്, ഏതൊക്കെ തരത്തിലുള്ള ബാങ്കുകൾ, ഓരോ ബാങ്കുകളും ഓരോ ആൾക്കാർ, നമ്മളെ സാധാരണ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണം. അഗ്രികൾച്ചർ ലോണിന് വേണ്ടി എവിടെയാണ് പോകേണ്ടത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ലോണിൽ എങ്ങനെയാണ് പോകേണ്ടത്, അതുപോലെ തന്നെ മറ്റ് പല ലോണുകൾ, ലോണുകൾ എന്തൊക്കെ ഈട് വയ്ക്കാം, ഒരുപാട് എന്തൊക്കെ നമുക്ക് ഒരു അസറ്റായിട്ട് നമുക്ക് ബാങ്കിൽ പണയം വെച്ചെന്ന് വേണമെങ്കിൽ പറയാം, പണയം വെച്ച് ഒരു മോർട്ട്ഗേജ് ചെയ്ത് ഈട് വെച്ച് നമുക്ക് എത്ര രൂപയാണ് വാങ്ങാം, അങ്ങനെയൊക്കെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ. ഇതെല്ലാം ബാങ്കിങ് പ്രൊഡക്ട്സ് എന്നൊരു, ഇപ്പോൾ ലോൺ ബാങ്കിങ് പ്രൊഡക്ട്സ് എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഒരുപാട് ബാങ്കുകൾ ഇപ്പോൾ നിലവിലുണ്ട്, പുതിയ ബാങ്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അവർ പുതിയ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതിന് വളരെ ഹൈലി കോമ്പറ്റീറ്റീവ് ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ. നമ്മൾ നീതിപഥത്തിൽ ഇതുവരെ ചർച്ച ചെയ്തത് ബാങ്കിങ് ആക്ടോ അല്ലെങ്കിൽ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭാഗം എന്നുള്ള നിലയിലാണ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പറഞ്ഞത്. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലേക്ക് വരുമ്പോൾ തന്നെ പല തരത്തിലുള്ള ബാങ്കുകളെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞു നിർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്ക് എത്രത്തോളം ഭംഗിയായിട്ട് ഉപയോഗിക്കണമെന്നുള്ളതും, അല്ലെങ്കിൽ ഒരു ചെക്ക് ഏത് രീതിയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അതെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ അത് ഇപ്പോൾ ചെക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കതെങ്ങനെ ഇഷ്യൂ ചെയ്യണമെന്നുള്ളതും, അല്ലെങ്കിൽ ഒരു ക്യാഷ് ചെക്ക് എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ക്രോസ് ചെക്ക് എങ്ങനെ കൊടുക്കാം, ചെക്ക് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളതും, ചെക്ക് കൊടുത്തു പണം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ കോടതിയിലേക്ക് അപ്രോച്ച് ചെയ്യാം, അത് സിവിലായാലും ക്രിമിനലായാലും നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതും, ക്രിമിനൽ കേസിലേക്ക് നമുക്കൊരു ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് കോടതി നോട്ടീസ് വന്നാൽ എന്ത് ചെയ്യാം എന്നുള്ളതും ഒക്കെ നമ്മൾ കഴിയാവുന്ന കാര്യങ്ങൾ അത്രയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ നീതിപാതയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം. നമസ്കാരം.